സ്കൂൾ കലോത്സവത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നതിന് നടി പ്രതിഫലം ആവശ്യപ്പെട്ടതിനെ വിമർശിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതികരണവുമായി നിരവധി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആ രംഗത്ത് വന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർ. മന്ത്രിയായ ശിവൻകുട്ടി ശമ്പളം വാങ്ങുന്നില്ലെന്നും സൗജന്യ സേവനം അല്ലല്ലോ ചെയ്യുന്നതെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ ചോദിക്കുകയുണ്ടായി. ആശുപത്രിയിൽ പോയി കിടക്കുമ്പോൾ കണ്ണടയ്ക്കും തോർത്തുമുണ്ടിനും പഴംപൊരിക്കും വരെ സർക്കാരിൽ നിന്ന് റീഇംബേഴ്സ്മെന്റ് വാങ്ങുന്ന മന്ത്രിമാർ കലാകാരന്മാർക്കും കലാകാരികൾക്കും വിലയിടാൻ നിൽക്കരുതെന്ന് സന്ദീപ് കുറിച്ചു. മലയാള സിനിമയിലെ ഒരു നായിക നടി ഉദ്ഘാടനത്തിന് പോയാൽ ഏതാനും മണിക്കൂറുകൾക്ക് ലഭിക്കുന്ന തുകയാണ് ഏകദേശം 5 ലക്ഷം രൂപ. സംസ്ഥാന യുവജനോത്സവത്തിലെ സ്വാഗതഗാനം പോലെ ഏറെ പ്രയത്നം വേണ്ട ഒരു നൃത്തം ഒരുക്കിയെടുക്കാൻ അവർക്ക് ദിവസങ്ങളോളം ചെലവഴിക്കേണ്ടി വരും. അവിടെയാണ് മന്ത്രി വലിയ തുക ചോദിച്ചതായി പറഞ്ഞ് ആ കലാകാരിയെ അവർ ആരോ ആകട്ടെ ആക്ഷേപിക്കുന്നത്. അവർ നേരത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ വിജയിയായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കാണ്. സംസ്ഥാന യുവജനോത്സവത്തിലെ ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യ സേവനമാണോ കൊടുക്കുന്നത്? ഭക്ഷണത്തിനും ശബ്ദ സംവിധാനത്തിനും പന്തലിനുമൊക്കെ പണം നൽകാമെങ്കിൽ എന്തുകൊണ്ട് ആ കലാകാരിക്ക് പണം നൽകിക്കൂടാ എന്നാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. കൃത്യമായി ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുക എന്നുള്ളത് സാധാരണ ഒരു നയം തന്നെയാണ്. പ്രത്യേകിച്ചും LDF സർക്കാർ തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്നതിനും തൊഴിലാളികളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നതിനും തൊഴിലാളികൾക്ക് അർഹമായ സേവനം നൽകുന്നതിനും തൊഴിലാളികൾക്ക് അർഹമായ ശമ്പളം നൽകുന്നതിനും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ ഒരു മന്ത്രിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാചകം ഉച്ചരിക്കുന്നത്. ശിവൻകുട്ടി സാറിന്റെ ഇതിനു മുമ്പുള്ള പല പ്രവർത്തികളും നമ്മളെ ചൊടിപ്പിക്കുകയും രസകരമായി അതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നൃത്തം പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ദക്ഷിണയായെങ്കിലും ഒരു തുക കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതും കേരളം അറിയപ്പെടുന്ന ഒരു നടിക്കാകുമ്പോൾ അതിന് മോശവും പറയാനില്ല. വലിയ തുകയോ ചെറിയ തുകയോ അവർ ചോദിച്ച അർഹമായ തുകയാണെങ്കിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുമുണ്ട്. ഇതുപോലെ അർഹമായ തുക കൊടുക്കാത്തത് മൂലമാണ് കേരളത്തിൽ പലതരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി നേതാക്കളും സാമൂഹിക ചിന്തകരും സിനിമാ രംഗത്തുള്ളവരും മന്ത്രി ശിവൻകുട്ടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പൊതുജനങ്ങളടക്കം മന്ത്രി ശിവൻകുട്ടിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാട് തന്നെ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പോൾ തോന്നുന്നു. പ്രത്യേകിച്ചും തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവായി നിൽക്കുമ്പോൾ.